നമുക്കിന്നൊരു പ്രീമിയം വെഡിങ് ഫംഗ്ഷൻ കണ്ടാലോ? അതെ, ഇന്ന് നമ്മുടെ ഡോക്ടർ ആമിനയുടെയും രഥസിന്റെയും മാരേജ് ആണ്. ഇവിടുത്തെ കല്യാണ വിശേഷമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ നേരെ പോയത് വെൽക്കമിംഗ് സെക്ഷനിലേക്കാണ്. ദാ ഇവിടെ ടീ ആൻഡ് കോഫി, സ്നാക്സ് ആയിട്ട് ചൂടോടെ പഴംപൊരി, മുളക് ബജി, കാ ബജി, ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ജ്യൂസ് സ്റ്റാളൊക്കെ പ്രീമിയം ലെവലിലായിരുന്നു. ഫ്രഷ് ജ്യൂസ് ആയിട്ട് പൈനാപ്പിൾ, ഗ്രേപ്സ്, വാട്ടർമെലൺ, പാഷൻ ഫ്രൂട്ട്, പിന്നെ പോപ്കോൺ, കോട്ടൺ കാൻഡി, പലതരത്തിലുള്ള ഹെർബൽ ടീസ്, ഇതെല്ലാം നിറഞ്ഞതായിരുന്നു വെൽക്കമിംഗ് സെക്ഷൻ. വെൽക്കം കൗണ്ടറിൽ ജ്യൂസൊക്കെ സെർവ് ചെയ്യാനായിട്ട് കാറ്ററിംഗ് ഗേൾസും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിനകത്ത് കയറി. സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിൽ ഒന്നും പറയണ്ട, വളരെ പ്രീമിയം ലെവലിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോറൽ ഡെക്കറേഷനും ലൈറ്റിങ്ങും. 3000-ഓളം പേർ പങ്കെടുക്കുന്ന മാരേജ് ഫംഗ്ഷൻ ആയിരുന്നു ഇത്. ഓൾമോസ്റ്റ് സീറ്റ് എല്ലാം ഫില്ലായി. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തുനിന്നിരുന്നപ്പോഴേക്കും സ്റ്റേജിലൊരു കുട്ടി ഡാൻസ് പെർഫോമൻസ്. അപ്പോഴേക്കും ഗ്രൂം എത്തി. ഗ്രൂമിന്റെ എൻട്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു ബ്രൈഡിന്റെ എൻട്രി കാണാൻ. പറയാതിരിക്കാൻ വയ്യ, കിടിലൻ എൻട്രി തന്നെ ആയിരുന്നു. കണ്ടിരുന്ന നമുക്ക് തന്നെ ഫീലായി. ഒരു രക്ഷയുമില്ല, റോയൽ ആൻഡ് റിച്ച് എൻട്രി. ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അൽസിയ ഈവന്റ്സ് ആണ്. ഇവന്റുകാരെ ഒന്ന് പരിചയപ്പെടണമെന്ന് അപ്പോഴേ വിചാരിച്ചു. ഹാളിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിലെത്തിയപ്പോഴേക്കും അവിടെ 3000 പേരുടെ ഫുഡ് റെഡിയായിരുന്നു. ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണിയുമായിരുന്നു മെയിൻ ഫുഡ്. ദാ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ബീഫ് റോസ്റ്റ്. ചൂടോടുള്ള ബീഫ് ഇളക്കുന്നത് കണ്ടപ്പോഴേ വായിൽ കപ്പലോടി. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഡൈനിങ് ടേബിൾസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് തീമാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സെറ്റിംഗ് ആയിട്ട് ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റ്, 2 തരത്തിലുള്ള സാലഡ്സ്, പിക്കിൾസ്, അലുവ, പപ്പടം, മിനറൽ വാട്ടർ, കട്ട് ഫ്രൂട്ട്സ്, ഇതെല്ലാം കൊണ്ട് ടേബിൾ ഫുള്ളായിരുന്നു. ഓളി മാരേജ് കളറാക്കിയത് അൽസിയ ഈവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ്. ദാ ഈ നിൽക്കുന്ന സിയാദിക്കയാണ് അൽസിയ ഈവന്റ്സിന്റെ അമരക്കാരൻ. സിയാദിക്കയെ കണ്ട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു. ഇവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ഓഫീസ് വരുന്നത് ആറ്റിങ്ങൽ ആലംകോടാണ്. ചെറുതും വലുതുമായ ഏതൊരു ഫംഗ്ഷനും ഇവരെ ഏൽപ്പിച്ചാൽ കളർഫുൾ ആക്കി തരും. ഇനി സാധാരണക്കാർക്കും ഫംഗ്ഷൻസ് എല്ലാം കുറഞ്ഞ ബഡ്ജറ്റിൽ ഗ്രാൻഡ് ആക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കാറ്ററിംഗ് ബോയ്സിന്റെ കാര്യമാണ്. അവർ നല്ല ഫ്രണ്ട്ലിയും ഗുഡ് ബിഹേവിയറും ആയിരുന്നു. ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ട് യാത്ര പറഞ്ഞ് 1-2 റിവ്യൂസും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ ഫ്രം അവർ എൻഡ്ലെസ് സ്റ്റോറി. നല്ല ഫുഡായിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. ഡെക്കറേഷൻ നല്ലായിരുന്നു, നല്ല എസ്തെറ്റിക് ആയിരുന്നു. സ്റ്റേജ് നല്ല അടിപൊളിയായിരുന്നു. ഓവറോൾ അടിപൊളി. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം? ഔട്ട് ഓഫ് 10 ഔട്ട് 10. സൂപ്പർ ആയിരുന്നു.